അതുകൊണ്ട് മിക്സ് ചെയ്താൽ അടിക്കും. തൈരും കൂടെയാണ് ഞാനും നമ്മുടെ രണ്ടും കെട്ടും. യഥാർത്ഥത്തിൽ രണ്ടും കെട്ടതല്ല, ശരിക്കും രണ്ടും നല്ലതാണ്. ഇതിന്റെ കറികൾ മാത്രം ഉപയോഗിച്ചുള്ള ഊണ് ഇന്നിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ആ കറി കാണിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമസ്കാരം. ഈ ഇല എന്താണെന്ന് മനസ്സിലായോ? ഇത് നിങ്ങൾ വിചാരിക്കുന്നത് കടച്ചക്കയുടെ ഇലയാണ്. എന്നാൽ ഇത് കടച്ചക്കയുടെ ഇലയല്ല, ഇത് രണ്ടും കെട്ടതിൻ്റെ ഇലയാണ്. രണ്ടും കെട്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിചിത്രമായ പേരായിട്ട് തോന്നാം. പക്ഷേ ഇതിന് രണ്ടും കെട്ടതെന്നും കൂടെ ഒരു പേരുണ്ട്. ഇതിന് പലതരത്തിലുള്ള പേരുണ്ട്. പേര് ഞാൻ പുറകെ പറയാം. പക്ഷേ രണ്ടും കെട്ടതെന്നുള്ളതാണ് വിചിത്രമായ ഒരു പേര്. അതാണ് കൂടുതലും നമ്മളിവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ മരത്തിന് വെച്ചിരിക്കുന്ന പേരും രണ്ടും കെട്ടതെന്ന് തന്നെയാണ്. സാറേ, ഈ സംഭവം ഉണ്ടല്ലോ, നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ചക്കയുടെ മുള്ളു പോലെയല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഇതിന് ഷേപ്പ് വരുന്നത് കടച്ചക്കയുടെയാണ്. ഇതിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നമ്മളുടെ കടച്ചക്ക പോലെ തന്നെ, കടച്ചക്കയുടെ അതേ വലിപ്പം, അതേ രൂപം, അതേ തൂക്കം ഉള്ള ഒരു ചക്കയാണ്. ഇത് നമ്മുടെ കടച്ചക്ക പോലെ തന്നെ പിന്നെ വലിപ്പം ഉണ്ടെങ്കിൽ ഇതിന്റെ മുള്ളു കണ്ടോ? നമ്മുടെ സാധാരണ ചക്കയ്ക്ക് മുള്ളുണ്ടല്ലോ, നമ്മുടെ നാടൻ ചക്കയ്ക്ക്. നാടൻ ചക്കയുടെ പോലെ മുള്ളും അതുപോലെ തന്നെ ഇതിനകത്ത് കുരുവുണ്ട്, ചക്കക്കുരുവുണ്ട്. അതുകൊണ്ടാണ് ആ അർത്ഥത്തിൽ അത് ചക്കയാണ്. പിന്നെ നമ്മുടെ സാധാരണ കടച്ചക്കയുടെ പോലെ തന്നെ അതിൻ്റെ ഉള്ളും രുചിയും അതിൻ്റെ ഒരു ഫ്ലഷും ഒക്കെ ശരിക്കും കടച്ചക്കയുടെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടിലും പെടാത്തത് കൊണ്ടായിരിക്കും അതിനെ രണ്ടും കെട്ടതെന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ രണ്ടും കെട്ടതെന്നുള്ള പേര് ഒരു പ്രത്യേക പേരാണ്. ആ പേര് ശരിക്കും ഒരു ബാഡ് നെയിം. ശരിക്കും ഇതിനെ രണ്ടും കെട്ടതെന്നല്ല വിളിക്കേണ്ടത്, ഇത് രണ്ടും നല്ലതെന്നാണ് വിളിക്കേണ്ടത്. കാരണം രണ്ട് ചക്കയുടെ ഗുണവും അതുപോലെ തന്നെ കടച്ചക്കയുടെ ഗുണവും ഒരുമിച്ച് ചേർന്ന വളരെ രുചികരമായ, ശരിക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത് അധികം പ്രചാരത്തിലില്ലെന്ന് തോന്നുന്നു, വളരെ രുചികരമായ ഒരു ഫ്രൂട്ടാണിത്. ഇത് ബ്രെഡ് ഫ്രൂട്ട്, നമ്മുടെ കടച്ചക്കയുടെ അതേ ഗുണങ്ങളുള്ള, ചക്കയുടെ അതേ ഗുണങ്ങളുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതൊരു 360 ദിവസവും ഇത് കായ്ക്കുന്ന ഒരു ഫലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭക്ഷണ സമ്പന്നതയെ കുറച്ചുകൂടെ വിപുലീകരിക്കാൻ നമുക്ക് ഈ ഒരു ഫ്രൂട്ട് കൊണ്ടാകും. അത് നമ്മുടെ കേരളമാകെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത് സ്പെഷ്യലായിട്ട് ഈ ഒരു കാര്യത്തെ നമ്മൾ ഇന്ന് എടുക്കുക. ശ്രീജയ്, നമ്മുടെ ഇത് 1837 നമ്മൾ ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ രാജ്യം, ഫിലിപ്പീൻസിൽ മിഷണറി പ്രവർത്തനങ്ങളിൽ വന്ന ഫ്രാൻസിസ് മാനുവൽ ബ്ലാങ്കോ എന്ന് പറഞ്ഞൊരു പാതിരി ഉണ്ടായിരുന്നു. അച്ഛനാണ് ഈ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നത്. പുള്ളിയാണ് ഇത് അവിടെ കണ്ടെത്തി. ഇത് അവിടെ അന്ന് ഭയങ്കര പട്ടിണിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ആൾക്കാർ പ്രധാനമായും ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. ന്യൂഗിനിയ, ഫിലിപ്പീൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വലിയ കാര്യമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാകാതെ യൂറോപ്പിലൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല ചിലപ്പോൾ. കാരണം അദ്ദേഹം വിദേശത്ത് നിന്ന് വന്നതാണല്ലോ, എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് വന്നതാണ്, സ്പെയിനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ സ്പെയിൻകാരനായതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടായി. പുള്ളി ഇതിനെപ്പറ്റി പഠിച്ചു, ഇതെന്താണെന്ന് പറഞ്ഞ് ഇതിൻ്റെ മെഡിസിനൽ വാല്യൂസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ശാസ്ത്രീയമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചത് 1837 ഈ ഫ്രാൻസിസ് മാനുവൽ ബ്ലാങ്കോ എന്ന് പറഞ്ഞ അച്ഛനാണ്. അല്ല, ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ സാധാരണ കാണപ്പെടാറില്ല. ഇത് ശരിക്കും ഫിലിപ്പീൻസ്, മലൈ, ന്യൂഗിനിയ ഈ പ്രദേശങ്ങളിലൊക്കെയാണ്. ആ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പണ്ട് 1800-കളിലൊക്കെ ആ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലാണിത്, ആ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഇത് കണ്ടുവരുന്നത്. ഇത് ആദ്യമായിട്ട് കണ്ടുവരുന്നത് അവിടെ നിന്നാണ്. പിന്നീട് എനിക്ക് തോന്നുന്നത് കപ്പൽ കയറിയൊക്കെ കുറേശ്ശൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകും. കാരണം നമ്മൾ മലയിലൊക്കെ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ പോയിട്ടുണ്ടല്ലോ, അവിടെ ജോലിക്കായിട്ടോ അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പല വർക്കുകൾക്കായിട്ടും ഒക്കെ അവിടെ പോയിട്ടുണ്ടാകും. അങ്ങനെ ഇങ്ങോട്ട് വന്നതായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഇത് പ്രചാരത്തിലില്ല. കാരണം ഇത് അവിടെ ഇതങ്ങനെ അധികം കഴിക്കുകയില്ല എന്നുള്ളൊരു ചിന്തയാണ്. ഇത് കൊള്ളൂല, കഴിക്കാൻ കൊള്ളൂല എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇതിനെ കണ്ടിരുന്നത്. അതുകൊണ്ട് അതിനൊരു പാഴ്മരം അല്ലെങ്കിൽ ഒരു ഉപയോഗമില്ലാത്തതെന്നുള്ള രീതിയിൽ വന്നിട്ടും ഇത് നിന്നിട്ടുണ്ടാവും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മലയെ പോലെ അന്നത്തെ ദുരന്തങ്ങളുണ്ടായത് പ്രശ്നങ്ങളില്ലായിരുന്നൊരു കാലം പോലെ അല്ല. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനേക്കാൾ നല്ല ചക്കയുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്. ഇതിന് വലിയ കാര്യമായ ഒരു പ്രസക്തി പരിഗണന കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഇതിനെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്കിതിനകത്ത് മനസ്സിലാകുന്നത്. അതന്നെ സെയിം തന്നെ, അതേ ശാസ്ത്രീയ നാമത്തിൽ വരുന്നതാണ്. അപ്പം ആർട്ടോകാർപ്പസ് ആണ് നമ്മുടെ ആഞ്ഞിലി, അതുപോലെ തന്നെ പ്ലാവ്, നമ്മുടെ കടച്ചക്ക, ഇതെല്ലാം ആർട്ടോകാർപ്പസിൽ വരുന്ന. കടച്ചക്ക ആർട്ടോകാർപ്പസ് അല്ല, ആർട്ടോകാർപ്പസ് ആണ്. അതെ, കടച്ചക്കയും അത് തന്നെയാണ്. അതേ ഫാമിലിയിൽ വരുന്ന സസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിയൊക്കെ എല്ലാം ആ ഒരു ഫാമിലിയിലായതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയായിരിക്കും. സാറേ, ഇതിന്റെ ഇല കണ്ടോ? എന്തൊരു വലിപ്പം നോക്കിയേ. ഇതൊന്ന് 2 അടിക്ക് മേളിൽ വലിപ്പമില്ലേ ഇതിന്? അതെ, 2 അടി
ശരിക്കും ഇത് നമ്മുടെ നമ്മുടെ കടച്ചക്കയുടെ ഇല ചെറിയ സാദൃശ്യം ഉണ്ടെങ്കിലും കടച്ചക്കയുടെ ഇലയായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഇത്രയും വലിപ്പം ഒരിക്കലും വരാറില്ല. അത് മാത്രമല്ല ഇതിന് കടച്ചക്കയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ അര ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ചക്ക ഉണ്ടല്ലോ, ഇതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ ചക്ക പോലെയല്ല ഇരിക്കുന്നത്. ഇതിന് ടേസ്റ്റ് എങ്ങനെയാണ്? നമുക്ക് ഇതിന് സാറ് കഴിച്ചിട്ടുണ്ടോ ഈ സാധനം? പിന്നെ നമുക്കിത് ശരിക്കും നമ്മള് സാധാരണ വേവിക്കില്ല, നമ്മള് കപ്പ വേവിക്കുകയൊക്കെ ചെയ്യില്ലേ, കപ്പയും ചക്കയൊക്കെ വേവിക്കില്ലേ, നമ്മൾ തേങ്ങ അരച്ച് പിന്നെ നമ്മൾ മഞ്ഞളും പച്ചമുളകൊക്കെ ചേർത്ത് അരച്ചിട്ട് വേവിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ പുഴുങ്ങുന്നത് പോലല്ല വേവിക്കുന്നത്. അപ്പൊ അതുപോലെ വേവിക്കാം. പിന്നെ നമുക്കിത് വറുത്തരച്ച് വെക്കാം. വറുത്തരച്ച് വെച്ച് ശരിക്കും ഇറച്ചിയുടെ ബീഫിന്റെ അത് എന്ന് പറഞ്ഞ പോലെ അതുപോലെ വറുത്തരച്ച് വെക്കാം. പിന്നെ തോരനായിട്ട് നമുക്ക് ചോറിന്റെ കൂടെ കൂട്ടാനായിട്ട് നമുക്ക് വെക്കാം. എല്ലാം നല്ല ടേസ്റ്റാണ്. അത് വെക്കുന്ന പോലെ ഇരിക്കും. ആരാണ് ഈ ചക്കയ്ക്ക് വേറെ എന്തെങ്കിലും പേരുകളുണ്ടോ? നമ്മുടെ ഈ രണ്ടും കെട്ടതിന് ഇതിന് മുള്ളം കടച്ചക്ക, കാട്ടുകടച്ചക്ക എന്നൊക്കെ അങ്ങനെയുള്ളൊക്കെ പേരുകളുണ്ട്. പിന്നെ മലയാളത്തിൽ ഇങ്ങനെ മൂന്ന് നാല് വെളിപ്പേരുകളേ ഉള്ളൂ. കാരണം ഇത് അധികം അങ്ങനെ മലയാളത്തിൽ ആയിട്ടില്ല. പിന്നെ ഇംഗ്ലീഷിൽ ഇതിന് ബ്രെഡ് നട്ട്, അതുപോലെ തന്നെ സീഡ് ബ്രെഡ് നട്ട്. കാരണം ഇതിന്റെ സീഡ് ഉണ്ടല്ലോ. അപ്പൊ ഈ സീഡ് മറ്റേ നമ്മുടെ സാധാരണ കടച്ചക്കയ്ക്ക് സീഡ് ഇല്ലല്ലോ. അപ്പൊ ഈ സീഡ് ബ്രെഡ് നട്ട് എന്നും കൂടെ ഇതിന് പേര് പറയുന്നുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് കമാൻസി എന്നാണ്. പിന്നെ ചക്കയില്ലേ, നമ്മുടെ സാധാരണ ചക്കയില്ലേ, നമ്മുടെ പ്ലാവിലുണ്ടാകുന്നത്, പ്ലാവിന്റെ ചക്ക പോലെ തന്നെ ഇതുണ്ടല്ലോ, മുള്ളിങ്ങനെ ഭയങ്കര മൂർച്ചേറിയ മുള്ളു പോലെയാണ് ഇതിൻ്റെ ചക്ക പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ചക്കക്കുരുവുണ്ട്. ചക്കക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു 80-800 ഗ്രാം വരെ വരുന്നുണ്ട്. ഒരു കിലോയ്ക്ക് താഴെ ഉണ്ട്. ഒരു 3/4 കിലോ 1 കിലോയ്ക്ക് അടുത്ത് ഉള്ള തൂക്കമുണ്ട്. ഇതിനകത്ത് 150 കുരു വരെ ഉണ്ടാവും, ചക്കക്കുരു വരെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇത് ഒന്നും ചെയ്യണ്ട. നമ്മൾ ഇതിന്റെ ഞെട്ട് കളഞ്ഞ് സാധാരണ രീതിയിൽ കഴുകി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഈ മുള്ളൊന്ന് ലെവൽ ചെയ്യാം, ഒന്ന് ചെത്തിക്കളയാം. അത്രയും ചെത്തിക്കളഞ്ഞ് സാധാരണ രീതിയിൽ നമ്മൾ അരിഞ്ഞ് കറി വെക്കുക എന്നുള്ളതാണ്. അതായത് കറി വെക്കുകയോ തോരൻ വെക്കുകയോ അല്ലെങ്കിൽ പുഴുങ്ങാൻ നമ്മുടെ ഈ പറയുന്ന വേവിക്കുന്ന പോലെ വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് നിസ്സാരമാണ്. കാരണം ഇതിനകത്ത് ഒന്നും കളയണ്ട. സാധാരണ നമ്മൾ ചക്കക്കുരുവിന്റെ ഒരാവരണം ഉണ്ടല്ലോ, അത് ഈ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. അപ്പോൾ അത് കഴിച്ചാൽ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാകും. നമ്മളത് കളഞ്ഞിട്ടാണല്ലോ, ചിരണ്ടി കളഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ചക്കക്കുരു കറി വെക്കുന്നത്. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് ഒരു പ്രിപ്പറേഷനും വേണ്ട. നേരെ അത് കട്ട് ചെയ്യുക. ഇതിന്റെ തോലൊന്നും വേണമെങ്കിൽ ഇതിന്റെ ആ മുള്ളൊന്ന് ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് അരിയേണ്ട രീതിയിൽ ഏതാണ് കഷ്ണമായിട്ടോ അല്ലെങ്കിൽ അരിയേണ്ട രീതിയിൽ അരിഞ്ഞ് ഇത് സാധാരണ രീതിയിൽ നമ്മൾ കറി വെച്ചാൽ മതി. നമ്മളിന്നിപ്പോൾ എന്തായാലും കറി വെക്കുന്നുണ്ട്. ഇന്ന് നമ്മളിത് ശ്രീജയ്ക്ക് ഇന്ന് രുചിച്ച് നോക്കാൻ വേണ്ടി കൊടുത്തിട്ടേ ഉള്ളൂ. ഇന്ന് ഇതിന്റെ കറിയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി തന്നെ ഇതിന്റെ കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറി ഇന്ന് നമ്മൾ വിളമ്പുന്നുണ്ട്. കറി ഇന്ന് രുചിച്ച് നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം പറയാം. ഇത് നമ്മുടെ സാധാരണ കടച്ചക്കയുടെ ആദ്യകാല പൂർവികൻ ഇതായിരുന്നു. അതിന്റെ മാതൃവൃക്ഷം. ഇതിൽ നിന്നാണ് പിന്നെ ഉരുത്തിരിഞ്ഞു വന്ന് കടച്ചക്കയൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. കടച്ചക്ക എന്ന് പറയുന്ന ആ ഒരു മരക്കൂട്ടത്തിന്റെ എനിക്ക് തോന്നുന്നത് 1-2 വെറൈറ്റിയും കൂടെ ഉണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പൊ അതിന്റെയൊക്കെ മാതൃവൃക്ഷമായിരുന്നു. ആദ്യകാല പൂർവികനാണ് കടച്ചക്കയുടെ എന്ന് പറഞ്ഞ പോലെ. അല്ല, ഓരോ മരങ്ങൾക്കും മാതൃവൃക്ഷമുണ്ട്. ഇപ്പൊ നമ്മുടെ ചിക്കു ഉണ്ടല്ലോ, നമ്മുടെ സപ്പോട്ട, അതിനൊക്കെ നമുക്ക് മാതൃവൃക്ഷമുണ്ട്. ഇവിടെ ഉണ്ട് നമ്മുടെ ആ മാതൃവൃക്ഷത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് എന്താ പറയാ, നമ്മുടെ ഒരു ഇതിലൂടെ എവല്യൂഷനിലൂടെ നമുക്കിത് അങ്ങനെ ഈ ഒരു രൂപത്തിൽ ഇപ്പം ആയിരിക്കാം. ഇനി അത് മാറുമായിരിക്കും. ഇനി മുന്നോട്ട് വേറൊരു മാറ്റം സംഭവിച്ചേക്കാം. പിന്നെ നമ്മുടെ ഈ കടച്ചക്കയുടെ വിത്ത് തൈ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയോ ശ്രീജയ്ക്ക്? അല്ല കടച്ചക്കയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ വിത്തില്ലല്ലോ ഇതിനകത്ത്, വിത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കടച്ചക്കയുടെ വേരിൽ നിന്നാണ് നമ്മൾ കൂടുതലും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ ശാസ്ത്രീയമായ ലാബിൽ നിന്നെല്ലാം നമ്മുടെ അതിന്റെ വിത്ത് തന്നെ ഡെവലപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ പരമ്പരാഗതമായിട്ട് അതിന്റെ വേരിൽ നിന്നാണ് ഇതിന്റെ തൈ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് എടുക്കുക. അതുകൊണ്ട് ഇവിടെ വേറെയും കിടപ്പുണ്ട്. ഇതിന്റെ കുരുവാണ്, ചക്കക്കുരു എന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, ഇത് പക്ഷേ നമ്മൾ മറ്റേ വേരിൽ നിന്നാണല്ലോ. നമ്മുടെ ഈ മുള്ളൻ കടച്ചക്ക അല്ലെങ്കിൽ നമ്മുടെ രണ്ടും കെട്ടതിന്റെ ചക്കക്കുരു കുഴിച്ചിട്ടാണ് ഇതിന്റെ തൈ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മളിത് കണ്ടോ, ഇതിവിടെ കാണുമ്പോൾ ക്യാമറ കൊണ്ടൊന്ന് കാണിക്കും. ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഒരു വീട് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ തൈ നിപ്പുണ്ട്. ഇത് കണ്ടോ, അതേ നോക്കി ക്ലോസപ്പിൽ നിന്ന് കാണിച്ചത്. ഉണ്ടോ, അതുപോലെ ഒരുപാട് തൈകൾ ഇങ്ങനെ ഇതിന്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഒരു വീണ് കിളിച്ചു നിപ്പുണ്ടാവും. നമുക്ക് അതിന്റെ കുറച്ച് കുരു ഒന്ന് നമുക്ക് എടുക്കാം. ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതിലേക്ക് പറക്കി എടുത്തിട്ട് അവിടെയും കിടപ്പുണ്ട്. അതുകൊണ്ട് അവിടെ പച്ചയുണ്ട്, പച്ചയും കിടപ്പുണ്ട്. മതി അത്ര മതി.
ഇവിടെയുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല. പോരും ഇപ്പൊ കഴുകിട്ട് കഴുകി വെച്ചു. ഇതാണ് ചക്കക്കുരു. ഇതിപ്പോൾ കിളുത്ത് വരികയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മളിവിടെ കണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് 100% വിത്ത് പ്രത്യുൽപാദനമുള്ള ഒരു സീഡാണിത്. 100 കുരു നമ്മൾ കുഴിച്ചിട്ടാൽ 100ഉം കിളുത്ത് വരും. അതുപോലെ അത്രയ്ക്കും ശക്തമായ പ്രത്യുൽപാദനമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുരു, ഇതിൻ്റെ വിത്ത്, ചക്കക്കുരു, ഇല, നമ്മുടെ രണ്ടും കെട്ടും. യഥാർത്ഥത്തിൽ രണ്ടും കെട്ടതല്ല, ശരിക്കും രണ്ടും നല്ലതാണ്. ഇത് 35-40 മീറ്റർ ഉയരം വരെ വെക്കുന്ന വലിയ മരമാണ്. നമ്മുടെ എന്താ പറയുക, ഇതിപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 5, 6, 7 വർഷമായി കാണും. 7 വർഷത്തിലാണ് ഈ വലിപ്പം. ഇത് കുറച്ചുകൂടെ ഒക്കെ വലുതാവും. ഒരു 40 മീറ്റർ വരെ നല്ല ഹൈറ്റിൽ വരും. ഇത് കണ്ടോ, ഇത് നമ്മുടെ കടച്ചക്കയില്ലേ, കടച്ചക്കയുടെയും ഇതിൻ്റെയും തടി സെയിമാണ്. കാഴ്ചയിൽ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഇല ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഫ്രൂട്ടിന് നമ്മുടെ ആ മുള്ളുണ്ട്, അങ്ങനെയുള്ളതാണ്. കാഴ്ചയിൽ അത് മാത്രമാണ് വ്യത്യാസം. ഇലയ്ക്ക് നമ്മൾ സാധാരണ കടച്ചക്കേനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. പിന്നെ ഫ്രൂട്ടിൽ മുള്ളുണ്ട്. പക്ഷെ തടിയും മറ്റു കാര്യങ്ങളും അതിൻ്റെ ശിഖരങ്ങൾ, ബ്രാഞ്ചസ് പോകുന്നതെല്ലാം ഏകദേശം സെയിമാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ വിത്ത് വിതരണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാട്ടുമാക്കാനുണ്ട്. കാട്ടുമാക്കാൻ പോലുള്ള ജീവികൾ ഇത് തിന്നിട്ട് ചപ്പി അത് ശരിക്കും ചവച്ച് തുപ്പും. ഈ ചവച്ച് തുപ്പുന്ന ഇതാണ് പോയിട്ട് വിത്ത് കിളിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു വിത്ത് വിതരണം സാധ്യമാക്കുന്നത്. കാട്ടുമാക്കാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് വവ്വാലും ആ ഒരു കുറച്ചുകൂടെ പഴുക്കുമ്പോൾ വവ്വാലും അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ഇവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കൂട്ടം രാവിലെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ അടിച്ചു വാരിയുണ്ട്, ചേച്ചിമാരൊക്കെ ഇവിടെ അടിച്ചു വാരിയതുകൊണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ വട്ടത്തിൽ ഇങ്ങനെ ചവച്ച് തുപ്പിയിട്ട് ഒരെണ്ണം പൂർണ്ണമായിട്ട് തിന്നിട്ട് അവർ ചവച്ച് തുപ്പി ഇങ്ങനെ ഇട്ടേക്കും പച്ചക്കില്ല. അതിനകത്ത് ഈ കുരു കൂടെ വീഴും, ഈ ചക്കക്കുരു കൂടെ വീണിട്ട് അത് കിളുക്കും. ഇതിപ്പോൾ നമ്മൾ ചിപ്സ് ഇട്ടിരിക്കുന്നു, ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നതാണ്. നിലത്താ വീഴുന്നെങ്കിൽ അത് കിളുത്ത് വരും. അതുകൊണ്ടാണ് ഇവിടെ വീണത് കിളുത്തത് ഞാൻ എടുത്തില്ല നേരത്തെ. ഇതുണ്ടോ, ഇങ്ങനെ വീണ് കിളുക്കുന്നതാണ് ഇതുണ്ടോ. ഇതാണ് അതിൻ്റെ ചക്കക്കുരുവും ഇതും കൂടെ ഉള്ളത്. ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് 365 ദിവസവും കായ് ഫലം ഉണ്ടാകുന്ന ഒരു മരമാണിത്. അപ്പോൾ നമ്മളത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ സൗകര്യം ഉള്ളിടത്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 360 ദിവസവും നമുക്ക് ഫലം തരും. നമുക്കൊരു കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇനി അമിതമായി ഇതൊരു തോട്ടവിളയായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് വേണമെങ്കിൽ തോട്ടവിളയായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കിതിനെ ചിപ്സായിട്ട് രൂപപ്പെടുത്തി പാക്കറ്റുകളാക്കി നമുക്ക് വിതരണം ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഉപകാരമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കറികൾ നല്ല ടേസ്റ്റുള്ള കറികളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു മോശം സാധനമാണെന്ന്. ഇന്നെന്തായാലും നമ്മുടെ ശ്രീജയ്ക്ക് ഞാൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്ന് ഊണ് കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഇതിൻ്റെ കറികൾ മാത്രം ഉപയോഗിച്ചുള്ള ഊണ് ഇന്നിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ആ കറി കാണിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ വെച്ചിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇരിക്കാൻ ടേസ്റ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. പക്ഷേ നോർമലി നല്ല രീതിയിൽ വെച്ചാൽ വീട്ടന്മാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അത് നമ്മളിന്ന് കഴിച്ച് ശ്രീജയ്ക്കും കുറച്ച് തന്നിട്ടേ ഇന്ന് വിടുന്നുള്ളൂ. ശ്രീജയെ ഇതേ കണ്ട, ഇതിനെ നമ്മളിത് കറി വെക്കാൻ നേരം ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ മുള്ളിൽ ചെറുതായിട്ട് നമ്മളൊന്ന് അരിഞ്ഞ് കളയണം. കളഞ്ഞിങ്ങനെ മൊത്തത്തിൽ കളഞ്ഞതിന് ശേഷം ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കണ്ടോ. നമ്മളിത് ചക്ക പോലെ തന്നെ നമ്മുടെ സാധാരണ ചക്ക എങ്ങനെയാണോ അങ്ങനെ തന്നെയാണിത്. പക്ഷേ ഇതിനകത്തൊന്നും കളയല്ല. നമ്മളിങ്ങനെ ഈ തൊലി ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട്, തൊലി കളയണ്ട, മുള്ളിങ്ങനെ ചെത്തി കളയുക, അരിഞ്ഞിട്ട് വലിപ്പത്തിൽ നമ്മൾ ഏത് കറിയാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ വലിപ്പത്തിൽ നമ്മൾ നോർമലി അരിയുക, സാധാരണ കറി വെക്കുക. വേറെ ഇതിനകത്തൊന്നും കളയാനോ കുരുവെടുത്ത് അതിൻ്റെ തൊലി കളയാനോ ഒന്നുമില്ല. പശ കളയണം. പശ കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞ് നമ്മളത് കറി വെക്കുക എന്നുള്ളതാണ്. ഇത് ഒരു പീസുമായിട്ടും കൂടെ കട്ട് ചെയ്യുക. ഇത് കണ്ടോ,
ചക്ക അതിന്റെ മടൽ ഇതിന് കൂഞ്ഞിലൊന്നും പറ്റാ, കൂഞ്ഞിലുണ്ട്. അത് ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. പക്ഷെ ഇത് നമ്മുടെ കടച്ചക്കയാണ്, അതാണ് ഇതിന്റെ വ്യത്യാസം. കടച്ചക്കയുടെ അമ്മയാണ്. ഇതാണ് കടച്ചക്കയുടെ അമ്മ. നമ്മൾ നാട്ടിൽ രണ്ടും കെട്ടതെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന മനോഹരമായ ഒരു ഫ്രൂട്ടാണിത്. ഒരു പച്ചക്കറി വിഭവമാണിത്. നമുക്ക് കറികൾക്കും മറ്റു കാര്യങ്ങൾക്കും നമ്മുടെ വിശപ്പാറ്റാനൊക്കെ ഉതകുന്ന നല്ലൊരു വിഭവമാണിത്. ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് വളർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും നമുക്കിനി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളേതായാലും ഇതിൻ്റെ കറിയും കൂടെ കൂട്ടി ചോറുണ്ടിട്ട് എന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ചോറ് വിളമ്പി. ഇതാണ് തോരൻ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ രണ്ടും കെട്ടതിൻ്റെ തോരൻ. നല്ല ടേസ്റ്റുള്ള കറിയാണ്, തോരനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് പല രീതിയിൽ വെക്കാം കേട്ടോ. ഇത് ഇതേ രീതിയിൽ തന്നെ അല്ല, പല രീതിയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ വെപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് വേറെ രീതി വെച്ചിരിക്കുന്നത്, വറുത്തരച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇത് വേറെ മപ്പാസ് പോലെയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇത് വേറൊരു മോഡലാണ്. അപ്പോൾ നമ്മൾ ഇത് ഈ കറി മാത്രമാണെന്ന് ഈ ചോറ് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്ന് നമുക്കിത് ആൾക്കാരെ എന്ത് കാണിക്കാനായിട്ടാണ്. ഇതെങ്ങനെയാണ് കേട്ടോ, ഇറച്ചിക്കറി പോലെയാണ് നമ്മുടെ. സൂപ്പർ അടിപൊളി. ഇത് കഴിച്ചാൽ നമുക്ക് എന്താ പറയുക, നാവിൽ വെള്ളം ഊറുന്ന രീതിയിലുള്ള രുചിയാണ്. ഞാനിത് നേരത്തെ കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇറച്ചി. ഓ, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങളത് കഴിച്ചു നോക്കിയാലേ ഉള്ളൂ അതിൻ്റെ ഒരു രുചി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കുമായി, എല്ലാ മലയാളികൾക്കുമായിട്ട് മാങ്കോമഡോസിന് വേണ്ടി ഈ ഒരു വിഭവത്തെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. നേരത്തെ കേരളത്തിൽ പല വിഭവങ്ങളിലും പല സ്ഥലങ്ങളിലുണ്ട്. എന്നാലും ഇതിൻ്റെ വിവിധ ഉപയോഗങ്ങളോ മറ്റു കാര്യങ്ങളോ പൊതുവേ അറിയപ്പെടുന്നില്ലാത്തതുകൊണ്ടാണ് ഇത് നമ്മുടെ എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ടും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്കോ ആയിട്ട് ഇത് സമർപ്പിക്കുന്നു. അതുകൊണ്ട് മിക്സ് ചെയ്താൽ കടിക്കും. തൈരും കൂടെ എടുത്ത കറി ഇടും.